കെ പി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഗുരുപൂജയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഗുരുപൂജ കാല് കഴുകലല്ലേ, ഈ കാല് കഴുകലൊക്കെ കാല് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, ഗുരുപൂജയിൽ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ പുഷ്പങ്ങൾ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതാണ്. അർപ്പിച്ചാണ് ഗുരുപൂജ പാദപൂജ നടത്തുന്നത്. അപ്പോൾ അത് ചെയ്യും. അല്ല ഈ ഗാന്ധി ജയന്തിയിലും മറ്റും ഗാന്ധിയുടെ പ്രതിമയിലൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ അത്? അതെ, അത്രയേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന വലിയ കമ്മ്യൂണിസ്റ്റുകൾ മാർക്സിന്റെ പടത്തിന് മുമ്പിലൊക്കെ ഇടാറുണ്ട്. ശരി. രക്തസാക്ഷി മണ്ഡപമൊക്കെ ഉണ്ടാക്കി ചുവന്ന വെച്ചിട്ട് പൂക്കൾ. ചുവന്ന പൂക്കൾ, നിറയെ ചുവന്ന പൂക്കൾ. അപ്പൊ ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതല്ല ഈ പറയുന്ന ഗുരുപൂജയ്ക്ക് മറ്റു രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഗണേഷ് കുമാറിന് അതൊന്നും തീരെ പിടിച്ചില്ല. സ്വന്തം ഇടതുപക്ഷത്തിനൊപ്പം ആരോഗ്യമില്ല എന്നൊക്കെയാണ് ആ ആ കാല് കഴുകാൻ ആരോഗ്യമില്ലാത്തവരാണോ നിൽക്കുന്നവരൊക്കെ. ഇടതുപക്ഷത്ത് വന്നപ്പോഴാണ് ഈ മാറ്റം ഉണ്ടായത്. പക്ഷെ ഇപ്പൊ ഒരു വീഡിയോ വന്നു. ഗണേഷ് കുമാറിന്റെ കാല് കഴുകുന്ന ഒരു ചടങ്ങല്ലേ ഒരു ക്ഷേത്രത്തിൽ. അപ്പോ അത് കുഴപ്പമില്ലാത്ത തോന്നുന്നു. എന്താ ഗണേഷ് കുമാറിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ കാര്യം? അത് വ്യക്തമല്ലേ? ഇത് ഈ പാർട്ടിയിലോട്ട് വരുമ്പോ അതിനനുസരിച്ച് നട്ടല് വളയ്ക്കണം. പ്രത്യേകിച്ച് ഹിന്ദു സഖാക്കന്മാർക്ക് മാത്രം അത് അറിയാവുന്ന കാര്യമായിരിക്കും. ബാക്കി ആർക്കും അതൊന്നും അവരുടെ വിശ്വാസങ്ങളൊന്നും തള്ളി പറയേണ്ടി വരത്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. അതായത് എന്റെ കാലം ഞാൻ കഴുകും. അത് എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ മറ്റുള്ളവരെ കൊണ്ട് അത് എന്തിനാണ് കഴിവിപ്പിക്കുന്നത്? അദ്ദേഹം ഞാൻ ഈ കാല് കഴുകുന്നതിന് വിശ്വസിക്കുന്ന ആളെയല്ല. ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ട കാര്യം ഇത് 2025 കാരണം ഈ പണ്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ പത്രമാധ്യമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവര് പറയാം നമ്മൾ പറഞ്ഞത് വളച്ചൊടിച്ചതാണ് എന്നൊക്കെ. ഇപ്പൊ നല്ല റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. ഇവരെന്ത് പറയുന്നു അതാ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററൊക്കെ ഇടക്കിടയ്ക്ക് മറ്റേ ഹിമക്കരടി ഹൈബർനേഷനിൽ പോകുന്ന പോലെ ഒളിവിൽ പോകേണ്ടി വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയും. അത് അത് അദ്ദേഹം പറയും ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചതാണ് എന്നൊക്കെ അദ്ദേഹം പറയും. പക്ഷെ അപ്പൊ തന്നെ വീഡിയോ വരും. പിന്നെ അദ്ദേഹം ഹൈബർനേഷൻ മോഡിലോട്ട് പോകും. പിണറായി വിജയനാണെങ്കിൽ എനക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് മുങ്ങാം. പക്ഷെ അത് ഗോവിന്ദൻ മാസ്റ്ററിന് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ഇടതുപക്ഷത്ത് ഉള്ള ഇത് ഏറ്റവും കൂടുതൽ ഈ ഓൺലൈൻ മീഡിയയും അത്തരത്തിൽ വീഡിയോകളൊക്കെ ഇപ്പൊ സജീവമായിട്ട് ഇരിക്കുന്നത് ഇന്റർനെറ്റിൽ ഒരിക്കലും ഒരു വീഡിയോ വന്നാൽ അത് എന്നത്തേക്കുമാണ്. അപ്പൊ ഇത് ഇടതുപക്ഷ മന്ത്രിമാർക്കും അല്ലെങ്കിൽ നേതാക്കന്മാർക്കുമാണ് വലിയൊരു പണിയായിരിക്കുന്നത്. അതിപ്പോ ഗണേഷ് കുമാറിന് അത് പണിയായിട്ട് വന്നിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അൽഷിമേഴ്സ് ബാധിച്ചതാണോ, അദ്ദേഹം മനഃപൂർവ്വം മറക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. ഈ ഇടതു മുന്നണിയിൽ വന്നപ്പോൾ അദ്ദേഹം വലതു മുന്നണിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം മറന്നു. അതൊന്നും താനല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന നാരിപൂജയൊക്കെ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. നാരിപൂജയിലോട്ട് അദ്ദേഹം വരുന്നത്. അദ്ദേഹം പറയുന്ന കാലൊക്കെ കഴുകിയിട്ട് ഒക്കെ നാരിപൂജ ചെയ്യുന്നതുകൊണ്ട് അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. അതിനൊക്കെ എതിരുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കാല് കഴുകിയുള്ള നാരിപൂജ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം. ചില സ്ഥലങ്ങളിൽ സ്ത്രീകളെയൊക്കെ ഇരുത്തി നാരിപൂജയൊക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കാല് കഴുകിയിട്ടില്ല. അല്ലാതെ ഉള്ള കാല് കഴുകാതെ എന്ത് നാരിപൂജയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ള നാരിപൂജ എന്ന് പറയുന്നത് ഈ പറയുന്ന പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും മറ്റുമാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത് അപ്പോൾ അപ്പം ഈ ഒരു മാധ്യമപ്രവർത്തകൻ ഇത് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ഒരിക്കൽ സന്ദർശിച്ചപ്പോൾ അതിന്റെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അദ്ദേഹത്തിന്റെ കാല് കഴുകിയാണ് ഇവിടെ സ്വീകരിച്ചത്. അത് ചോദിച്ചപ്പോൾ ഇദ്ദേഹം അവിടെ അവിടെ പെട്ടെന്ന് അവിടെ കിടന്ന് ബബ്ബ അടിക്കുക. അവിടെ കിടന്നിട്ട് അത് അമ്പലത്തിൽ പൂർണ്ണ കുംഭ സ്ഥലത്ത് അവിടെ കിണ്ടി വെച്ച് വെള്ളം എന്റെ കാലിലങ്ങ് ഒഴിച്ചാണ്. അതൊരു ആചാരമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് ആചാരമല്ലേ? അത് അദ്ദേഹം അതാണല്ലോ ഈ കമ്മികളുടെ ഒരു ഏർപ്പാടെന്ന് പറഞ്ഞാൽ. അവരത് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ടാൽ ബർമുട, നിങ്ങൾ ഇട്ടാൽ വള്ളി നിൽക്കറെന്നുള്ള ഒരു സംഭവമാണല്ലോ. അപ്പൊ അത് അവിടെ കിടന്ന് വൃത്തിയായിട്ട് നല്ല മെഴുകി നമ്മളെ ഗോവിന്ദൻ മാസ്റ്ററിന്റെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അവിടെ നന്നായിട്ട് മെഴുകിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. അവിടെ നിന്ന് എന്തായാലും ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇവര് അദ്ദേഹത്തിന്റെ കാലൊക്കെ നല്ലപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി അകത്തേക്ക് കയറ്റി. അവിടെ പൂർണ്ണകുംഭം നടത്തുന്ന ചടങ്ങിന്റെ വീഡിയോ എല്ലാം അവിടെ കിടപ്പുണ്ട്. അത് ആചാരമായിരുന്നു അദ്ദേഹം പറയുമ്പോൾ അത് ആചാരം തന്നെയാണെന്ന് നമ്മൾ സമ്മതിക്കുന്നു. ഇതും ആചാരമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് നിർബന്ധിതമായിട്ട് ചെയ്താൽ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. നിർബന്ധമായിട്ട് ആ ഒരു കുട്ടിയോട് നീ വന്ന് എന്റെ കാല് കഴുകിട്ടോ അല്ലെങ്കിൽ എന്റെ കാല് പാദപൂജ ചെയ്തതാ എന്നൊരു ഗുരു പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു വിദ്യാർത്ഥി സന്നദ്ധമായിട്ട് അത് ചെയ്യുമ്പോൾ അതിനെ എതിർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് നമ്മുടെ ആചാരമാണ്. അതിന് അവിടെ ഇവരന്വേഷിക്കേണ്ടത് ഏതെങ്കിലും കുട്ടികളെ നിർബന്ധിച്ചിരുന്നോ എന്നുള്ളതാണ്. കാരണം നിർബന്ധിതമായിട്ട് ഒരാചാരങ്ങളും നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഒരു യുക്തിസഹമായിട്ടുള്ള കാര്യം. അപ്പം ഈ എന്താണ് ഇവിടെ അനാചാരം, എന്താണ് ആചാരം, ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. അത് ഇവർക്ക് ഈ ഭരിക്കുന്ന സർക്കാരിന്
അവരവർക്ക് അവരവരുടെ കാലഘട്ടത്തിനനുസരിച്ച് അവർ ഓരോന്നിനും ആചാരവും അനാചാരവും ഒക്കെ ആയിട്ട് അവർ കൽപ്പിക്കും. പ്രിയന് തോന്നുന്നുണ്ടോ അദ്ദേഹം ഇപ്പൊ UDF-ലായിരുന്നെങ്കിൽ ഇത് ഇത്തരത്തിലൊരു അഭിപ്രായം ഇല്ല ഒരിക്കലും ഇല്ല. പറയുമായിരുന്നു? യു ഇല്ല, ഡി എഫിലെ സ്വന്തം വിശ്വാസവും നിലപാടും ഒക്കെ സംരക്ഷിക്കാനും ഈ നട്ടല് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒടിയാതെ നിൽക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ഉണ്ട്. പ്രീണനമുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അല്ലേ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഇത് LDF-ന്റെ കൂടെ ആയിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇത് പറഞ്ഞു പോകുന്നതാണ്. കാരണം ഇപ്പോഴും ഈ ഹൈന്ദവ കുടുംബങ്ങളിൽ വിവാഹം നടക്കുമ്പോൾ ഒരു ചടങ്ങുണ്ട്, പ്രിയൻ അറിയാമായിരിക്കാം. അതായത് എത്ര കൊടി കുത്തിയ കമ്മിയാണെങ്കിലും അവിടെ ഈ തന്റെ സഹോദരിയുടെ ഭർത്താവ് വിവാഹ മണ്ഡപത്തിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് അറിയാലോ? കാല് കഴുകി ആണ് സ്വീകരിക്കുന്നത്. അതൊരു ചടങ്ങിന്റെ ഭാഗമാണ്. അത് വർഷങ്ങളായി എന്താ പറയാ നൂറ്റാണ്ടുകളായിട്ട് അത് ചെയ്തു വരുന്ന കാര്യമാണ്. അവിടെ ഇപ്പോൾ ഈ ഹിന്ദു കമ്മികളായിട്ടുള്ള സഖാക്കന്മാരുണ്ടല്ലോ, ഇവര് ഇവിടെ വന്നിരുന്ന് ഈ പാദപൂജയ്ക്ക്, അത്തരത്തിൽ എനിക്കൊരു സുഹൃത്തുണ്ട് തിരുവനന്തപുരത്ത്. അപ്പൊ അദ്ദേഹം ഇതുപോലെ ഈ പാദപൂജയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ഇടുന്ന ഞാൻ കണ്ടായിരുന്നു. അതായത് ഇതെന്താണ് കേരളം പിന്നോട്ട് ഓടുകയാണോ എന്നൊക്കെ ചോദിച്ച് പോസ്റ്റ് ഇട്ടിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ അനുജത്തിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ വന്നു, ഞാൻ ഫേസ്ബുക്കിൽ തന്നെ അത് എന്ത് വിരോധാഭാസമാണെന്ന് നോക്കണം. ആ പോസ്റ്റിന്റെ മുകളിലായിട്ട് ഈ വീഡിയോയും കിടപ്പുണ്ടെന്നുണ്ട്. അപ്പൊ അതില് ഈ വരൻ വരുന്നതും ഇദ്ദേഹം ഹാരമണിഞ്ഞ് സ്വീകരിക്കുന്നതും ഇദ്ദേഹം കാല് കഴുകി കൊടുക്കുന്ന വീഡിയോയും അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുമ്പോൾ അത് എന്താണ്, അത് ആചാരമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് അപ്പം ഈ ഗണേഷ് കുമാർ മുതൽ, അതായത് മന്ത്രിമാർ മുതൽ ഇവിടെ ലോക്കൽ കമ്മിറ്റിയിലെ സഹാക്കന്മാർക്ക് വരെയുള്ള ഒരു ഇരട്ടത്താപ്പാണ്. ഇവർക്ക് ഈ ആചാരം ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം വീട്ടിൽ കേട്ടില്ല. ഇതുപോലെ അവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല നിലപാട് തന്നെ വീട്ടിൽ പിന്നെ ഇവര് ഈ നമ്മുടെ ലോക്കൽ കമ്മിറ്റിയിലെ സഹാക്കന്മാരെന്ന് പറഞ്ഞാൽ പണിക്കൊന്നും പോകാത്തവർ നടക്കുന്നതാണ്. അപ്പൊ ഇവർക്ക് ഇതാണ് പണി, എന്താ കല്ലെറിയാൻ പോവുക, കൊടി പിടിക്കാൻ പോവുക എന്നൊക്കെ ഉള്ളത്. ഞാനും പണ്ട് പോയിട്ടുള്ളതാണ്. കാരണം വൈകുന്നേരം മട്ടൺ ബിരിയാണി കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ പോവില്ലേ, അപ്പം അങ്ങനെ പോയിട്ടുള്ളതാണ്. അപ്പം പൊറോട്ട, മുട്ടക്കറി ഇതൊക്കെയാണ് ഇവർ തരുന്നത്. അപ്പൊ അങ്ങനെ തരുമെന്ന് പറയുന്നുണ്ട്, നമ്മളങ്ങ് പോവും. അങ്ങനെ ഇതുപോലെ ചെറുപ്പക്കാരെ, ജോലിക്കൊന്നും പോകാൻ നടക്കുന്ന ചെറുപ്പക്കാരെ ഇതുപോലെ വിളിച്ചുകൊണ്ട് പോകും. അപ്പൊ ഇവർക്ക് വീട്ടിൽ എതിർത്ത് പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ ആദർശങ്ങൾ പാലിക്കണം, എനിക്കിതുപോലെ അളിയനെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് അവനെ അവിടെ ചോറ് കൊടുക്കൂല. അപ്പൊ അവനത് ഇത് വേറൊരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന ആചാരങ്ങളൊക്കെ തന്നെ ഈ വരന്റെ കാല് കഴുകുന്നതും അതുപോലെ അല്ല. ഗുരുപൂജയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്, നമ്മുടെ വിജ്ഞാന പരമ്പരയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതായത് നമ്മളുടെ എല്ലാ പുരാണങ്ങളിലും എടുത്തു നോക്കുക, പുരാണങ്ങൾ വേണ്ട, നമ്മുടെ ഈ ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉള്ള ഗുരുശിഷ്യ സംവാദമാണ്. ഭഗവത്ഗീത എന്ന് പറയുന്നത് തന്നെ ഗുരുശിഷ്യ സംവാദമാണ്. കൃഷ്ണനും അർജുനനും തമ്മിലുള്ള, അതായത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംവാദമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. നമുക്ക് അറിയാം, കഠോപനിഷത്തില് നചികേതസും യമധർമ്മനും തമ്മിലുള്ള സംവാദം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന നമ്മുടെ സിദ്ധ പരമ്പരകളിൽ എടുത്ത് നോക്കിയാൽ തന്നെ ഇതിലെല്ലായിടത്തും ഉള്ളത് ഈ ഗുരുശിഷ്യ സംവാദമാണ്. ചോദ്യവും ഉത്തരവാണ്. ഗുരുവിനോട് ചോദ്യം ചോദിക്കും, ഗുരു അതിന് മറുപടി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് സംശയ നിവാരണം നടത്തിയാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ പരമ്പര, വിജ്ഞാനം കൈമാറി വന്ന പരമ്പരകളിലെല്ലാം ഇതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ സംസ്കാരം എന്താണ്, ഇന്ത്യ എന്താണ്, എങ്ങനെയാണ് നമ്മളുടെ വിജ്ഞാന പരമ്പര, വിജ്ഞാനം കൈമാറി വന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അടിസ്ഥാനമായിട്ടുള്ള ചരിത്രബോധം പോലും ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. അല്ല, ഇത് മാത്രമല്ല, നമുക്ക് ഇതിനകത്തുള്ള സഖാക്കന്മാരുടെ ഒരു അവസ്ഥ നമ്മൾ ഇതിനകത്ത് പറയണം. കാരണം ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് യേശുവിന്റെ എന്താ പറയാ രക്തവും മാംസവും ആണെന്ന് അവർ സിംബോളിക്കായിട്ട് ധരിച്ചുകൊണ്ട് അവർ കഴിക്കുന്ന അപ്പവും വീഞ്ഞുണ്ട്. ഇതാണോ മാംസം, യേശുവിന്റെ രക്തവും മാംസമാണോ എന്ന് അവർ ചോദിക്കില്ല ഈ സഖാക്കന്മാരോട്, ക്രിസ്ത്യൻ സഖാക്കന്മാരോട്. അതുപോലെ മുസ്ലിം മാംസവും കഴിക്കുക കാനിബോളിസമാണ്. പക്ഷെ അതിന്റെ സിംബോളിക് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. കാനിബോളിസത്തിന്റെ അല്ല അവിടെ കാണുന്നത്. അവിടെ കാണുന്നത് നമ്മളുടെ പാപം ഏറ്റെടുത്ത് നമ്മൾക്ക് വേണ്ടി ക്രൂശിതനായ ഒരു മഹാത്മാവിനെയാണ് അവിടെ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അംശം നമ്മളിലേക്ക് ചേരട്ടെ. അപ്പൊ ആ ഒരു മഹത്തായ, അപ്പൊ എന്തിനെ വില കുറച്ചും അല്ല, ഇവരതിനെപ്പറ്റി പറയില്ല, ഇവരതിനെപ്പറ്റി മിണ്ടില്ല. അല്ല, ഇതിനെ എന്തിനേയും വില കുറച്ചും വിലയുള്ളതായിട്ടും കാണാൻ പറ്റും. പക്ഷെ ഇവരവിടെ അത് വില കുറച്ച് കാണില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് അവരുടെ ആചാരങ്ങൾ പാലിക്കാൻ, തൊപ്പി വയ്ക്കാനും ഖബറടക്കാനും ഒക്കെ ഉള്ള ഇതുണ്ട്. അപ്പൊ ഇവൻ സുന്നത്ത് ചെയ്യാൻ, മക്കളെ സുന്നത്ത് ചെയ്യാനും സുന്നത്ത് കർമ്മം ചെയ്യാനും ഒക്കെ ഇവർക്ക് ഇതുണ്ട്. പക്ഷെ ഹിന്ദുക്കൾക്ക്
ഇതില്ല. അല്ല, ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്തൊരു ഗുരുപൂജ ആ. ചെയ്യുന്നത്, അതായത് വേറൊന്നുമില്ല, അവർക്ക് ഗുരുപൂജയ്ക്ക് അവർക്ക് പ്രശ്നമുള്ളൂ. ഗുരുവിന്റെ ചിത ഒരുക്കുന്നതിൽ പ്രശ്നമില്ല, ചിത കുഴിമാടം വെക്കുന്നതിൽ ഗുരുവിനെ കൈവെട്ടി കൈവെട്ടിയെടുക്കുന്നതിൽ പ്രശ്നമില്ല. നമുക്കറിയാലോ സദാനന്ദൻ മാസ്റ്റർ അതെ. അധ്യാപകൻ കാല് വെട്ടിയത് കാല് അവരുടെ രീതി അതാണ്. ഗുരുവിന്റെ കാല് കഴുകില്ല, കാല് വെട്ടും. വെട്ടി രണ്ട് അതാണ് രീതി. പക്ഷത്തായിട്ട് രണ്ട് കുറ്റിക്കാട്ടിലെറിയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവർ ഇതിന് പ്രതിഷേധം അണിയിച്ച് നല്ല ഫ്രഷ് ഒരു പ്രതിഷേധമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്രഷാണ് മനുസ്മൃതി കത്തിക്കൽ. അതായത് ഗുരുപൂജ ഇത് എവിടെ നിന്നാണ് മനുസ്മൃതിയിൽ വന്നതെന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാർ ഈ മനുസ്മൃതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മനുസ്മൃതി എന്ന് പറയുന്ന ഈ 99% ഹിന്ദുക്കൾ ഈ പുസ്തകം കണ്ടിട്ടില്ല. ഇത് ഒരു 99% ബുക്ക് സ്റ്റോറിൽ ഈ ബുക്കില്ല. അപ്പോൾ ഈ ഇവന്മാർ ഇത് കത്തിച്ചത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു കുരുവും പൊട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഈ മനുസ്മൃതി ഇവർ ശരിക്കും പറഞ്ഞ പാദപൂജ വരുന്നത് രാമായണത്തിലാണ്. ഇവന്മാർക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ രാമായണം അവന്മാർ കത്തിച്ച് കാണിക്കുന്നത്. കത്തിച്ചാൽ ഡൽഹിയിൽ AKJ സെന്റർ കത്തും എന്നുള്ള കാര്യം ഇവന്മാർക്കറിയാം. അത് മാത്രമല്ല CPM എന്നുള്ള പാർട്ടി ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പോയതുപോലെ നിരോധനത്തിലോട്ട് പോകേണ്ടിയും വരും. കാരണം അതാണ് ശരിക്കും ഇവരതിൽ ഇത് മനുസ്മൃതിയിൽ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ മനുസ്മൃതി കത്തിക്കുന്ന ചടങ്ങ്. ഇത് വളരെ സേഫായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ എന്താ പറയാ ഇവിടെ ട്രംപിനെയൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് മറ്റേ ഇവര് ഇത് ചെയ്യുമല്ലോ, ചീത്ത വിളിക്കും. മനുസ്മൃതിയുടെ വേറൊരു കാര്യം, സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് കാലത്തെ നിയമമാണ്. അതായത് ശ്രുതിയാണ് എല്ലാ കാലത്തും നിൽക്കുന്നത്. അതുകൊണ്ടാണ് വേദങ്ങളെ ശ്രുതി എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ളത് സ്മൃതികളാണ്. ബാക്കി സ്മൃതികൾ, ആ സ്മൃതികൾ ഇപ്പോൾ നാരദ സ്മൃതി ഉണ്ടായിരുന്നു, യാജ്ഞവൽക്യന്റെ സ്മൃതി ഉണ്ടായിരുന്നു, മനുവിന്റെ സ്മൃതി ഉണ്ടായിരുന്നു. ഓരോ കാലത്തെ നിയമം, നമ്മളിപ്പോൾ ഔറംഗസീബിന്റെ കാലത്തെ നിയമമോ ഇല്ലെങ്കിൽ ഈ പറയുന്ന വിക്രമാദിത്യന്റെ കാലത്തെ നിയമമോ അല്ലല്ലോ ഇപ്പൊ പിന്തുടരുന്നത്. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു, ബ്രിട്ടീഷുകാർക്ക് ശേഷം നമ്മുടെ നിയമം വന്നു. ആ നിയമത്തെ നമ്മൾ പരിഷ്കരിച്ച് BNS-ഉം ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിതയും മറ്റേ ഇതെല്ലാം കൊണ്ടുവന്നു. പുതിയ ശ്രുതിയിൽ വരുന്നതാണ് ഉപനിഷത്തുകളും വേദങ്ങളും. അതിൽ ഉപനിഷത്ത് ഈ പറയുന്ന 108 ഉപനിഷത്തുകളും പിന്നെ ഈ നമ്മുടെ ഈ ഉപനിഷത്തിന്റെ അന്തസത്ത എന്ന് പറയുന്ന ഭഗവത്ഗീതയൊക്കെ ഈ പറയുന്ന ശ്രുതി എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ വരുന്നതാണ്, സ്മൃതികളല്ല. ഇവിടെ ശ്രുതികളാണ് ഇപ്പോഴും എല്ലാവരും, അതായത് എല്ലാ കാലഘട്ടത്തേക്കുള്ള എല്ലാ വിജ്ഞാനമാണത്. ശ്രുതികൾ എന്ന് പറയുന്നത് മനുഷ്യൻ ചൊവ്വയിൽ താമസിക്കുമ്പോഴും അത് ആപ്ലിക്കബിൾ ആണ്. അതെ. KV ഗണേഷ് കുമാർ ഇപ്പം ചെയ്യേണ്ടത് ഈ പറയുന്ന അക്ഷരവിരോധം മാറ്റിവെച്ച് നമ്മളുടെ സംസ്കാരത്തെ പറ്റി പറയുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് വായിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ ഇന്ത്യ എന്താണെന്നും ഭാരതീയ സംസ്കാരം എന്താണെന്നും നമ്മുടെ വിശ്വാസങ്ങൾ എന്താണെന്നും നമ്മൾ എങ്ങനെയാണ് അറിയാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ടോ ഇതൊക്കെ? തീർച്ചയായിട്ടും അറിയാത്തത് കൊണ്ടാണ്. അറിവുണ്ടെങ്കിൽ, പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല. അപ്പൊ അറിവില്ലായ്മ തന്നെയാണ്. ഉണ്ടായിട്ടും കാര്യമില്ല, ഇവിടുന്ന് മാറണം ഈ പാളയത്തിൽ നിന്ന്. അതെ. നട്ടലോട് കൂടി നിൽക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നിൽക്കാൻ കഴിയില്ലല്ലോ. ഹിന്ദുവായിട്ട് നിൽക്കാനും ഈ സ്വന്തം അഭിമാനത്തോടു കൂടി നിൽക്കാനും ഇതെന്റെ മാതൃരാജ്യമാണെന്ന് പറയാനെങ്കിലും കഴിയണമെങ്കിൽ ഈ പറയുന്ന സമ്പ്രദായത്തിൽ നിന്ന് മാറി നിന്നേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം.